രാജ്യത്തെ നടുക്കി വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മലയാളി ഉൾപ്പെടെ 241 പേർ മരണമടഞ്ഞു. അതേസമയം ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. 38 വയസ്സുകാരൻ വിശ്വാസ് കുമാർ രമേശാണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടത്. ഇദ്ദേഹം ചികിത്സയിലാണ്. അപകടം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും ഉൾപ്പെടെ പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിക്കേറ്റവരെ അമിത്ഷാ ആശുപത്രിയിൽ സന്ദർശിച്ചു. മരിച്ചവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഐസൺ ജോസും ഗൗതം അനന്തനാരായണനും ചേരുകയാണ്. ആദ്യം ഗൗതം അനന്തനാരായണനിലേക്ക് എത്തുമ്പോൾ, ഗൗതം, ഇപ്പോൾ മരിച്ചവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ മൃതദേഹങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ദേവിക, ഇപ്പോൾ ഈ DNA സാമ്പിളുകൾ പരിശോധിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് രാത്രി ഇത് പൂർത്തീകരിച്ച ശേഷം നാളെ പുലർച്ചയോടുകൂടി മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാടുകളിലേക്ക് അയക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലഭ്യമായ മൃതദേഹങ്ങളുടെ DNA പരിശോധന അഹമ്മദാബാദിലെ ആശുപത്രികളിൽ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം അഹമ്മദാബാദിൽ എത്തുകയും ആദ്യം അദ്ദേഹം ഈ സംഭവസ്ഥലം, ദുരന്ത പ്രദേശം സന്ദർശിക്കുകയും ചെയ്തു. അവിടെ ആളുകളുമായി ഉൾപ്പെടെ സംസാരിച്ച ശേഷമാണ് പിന്നീട് അദ്ദേഹം ഒരു ഉന്നതതല യോഗം വിളിച്ചത്. എത്രയും പെട്ടെന്ന് DNA പരിശോധനയും മറ്റും നടത്തി മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കുക, ബന്ധുക്കളെയും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സമയം അഹമ്മദാബാദിൽ വന്ന് ചെലവഴിക്കേണ്ടി വരാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച്, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറണം എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ DNA സാമ്പിളുകളുടെ പരിശോധന ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ പുലർച്ചയോടുകൂടി ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കും മറ്റും വിട്ടുകൊടുക്കും. ഏതായാലും നിലവിൽ ഈ 241 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ രമേശ് വിശ്വാസ് കുമാർ എന്ന ഒരേ ഒരു വ്യക്തി, ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരനാണ് ഇദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഈ വലിയ ദുരന്തത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴേക്ക് ചാടിയതിനാൽ നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത്. കാലിനും അതോടൊപ്പം തന്നെ മുഖത്തും കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ അത് ഗുരുതരമല്ല. നമുക്ക് വീഡിയോകളിൽ തന്നെ കാണാൻ സാധിക്കും. അദ്ദേഹം നടന്നു തന്നെയാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അതിനാൽ ആ ഒരു ജീവൻ മാത്രമേ രക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 241 പേരും മരണപ്പെട്ടിരിക്കുന്നു. BJPയുടെ മുതിർന്ന നേതാവും ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണിയും മരണപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം 2016 മുതൽ 2021 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. മുൻപ് BJPയുടെ ഗുജറാത്ത് ഘടകത്തിൻ്റെ അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാജ്ഘട്ടിൽ മുൻപ് മേയറായും അതുപോലെ തന്നെ രാജ്ഘട്ട് പ്രദേശത്ത് അദ്ദേഹം പലതവണ മുനിസിപ്പൽ കൗൺസിലറുമായും ഒക്കെ വിജയിച്ച ഗുജറാത്തിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. നിലവിൽ അദ്ദേഹം പഞ്ചാബിൻ്റെ സംഘടനാ ചുമതലയുള്ള പ്രഭാരി കൂടിയാണ്. അതിനാൽ ഗുജറാത്തിലെ മാത്രമല്ല പഞ്ചാബിലെയും BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഞെട്ടലാണ് ഈ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചാബിലെ ലുധിയാനയിൽ ഉൾപ്പെടെ പാർട്ടി ആസ്ഥാനങ്ങളിൽ നിന്ന് ദുഃഖാചരണവും പ്രാർത്ഥനയും ഒക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ദുരന്തത്തിൽ വിജയ് രൂപാണിയും മരണപ്പെട്ടിരിക്കുകയാണ്. 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 30 പേർ യാത്രക്കാരും അതോടൊപ്പം തന്നെ 2 പൈലറ്റ് ഉൾപ്പെടുന്ന 12 അംഗ ക്രൂവുമായിരുന്നു. അപ്പോൾ ഇതിൽ ഒരാൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും മരണപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി ഇത് മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇന്ന് ഈ ദുരന്തം കഴിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. DGCAയുടെ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാങ്കേതികമായ തകരാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ അതൊരു സ്ഥിരീകരണമായി വ്യോമയാന മന്ത്രാലയമോ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘമോ ഒന്നും തന്നെ അത്തരം സ്ഥിരീകരണം നൽകുന്നില്ല. അതല്ലാതെ ചില വാർത്താ ഏജൻസികൾ, ദേശീയ വാർത്താ ഏജൻസികളും മറ്റും നൽകുന്ന സൂചന മാത്രമാണ് ഇതിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നത്. ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിക.